എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. കോൺസ്റ്റബിൾ, ഡ്രൈവർ തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. തസ്തികകൾ വരുന്നത് കോൺസ്റ്റബിൾ ഓർ ഡ്രൈവർ ആൻഡ് കോൺസ്റ്റബിൾ ഓർ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ ആണ്. ഈ രണ്ട് തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷ ആരംഭിക്കുന്നത് ഫെബ്രുവരി 3 മുതലാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 4 ഈ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. ശമ്പളം ലഭിക്കുന്നത് പേ ലെവൽ 3 ആണ്. 21,700 മുതൽ 69,100 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതിയായിരിക്കും, പക്ഷെ 2 പോസ്റ്റിലേക്കും ആയിരിക്കും എലിജിബിൾ ആവുന്നത്. അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഏത് പോസ്റ്റ് ആണെങ്കിലും പ്രിഫറൻസ് അനുസരിച്ചായിരിക്കും ജോലി ലഭിക്കുന്നത്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്, ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്, റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്, കൂടാതെ മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്. റിട്ടൺ എക്സാമിനേഷൻ വരുന്നത് OMR അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. എക്സാം മീഡിയം ഇംഗ്ലീഷാണ്. റിക്രൂട്ട്മെൻറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ബേസിലായിരിക്കും. വേക്കൻസി എത്രയാണെന്ന് നോക്കാം. ആകെ 1124 വേക്കൻസിയാണുള്ളത്. ഇതിൽ അൺറിസർവ്ഡ് 460, SC 167, ST 83, OBC 303, EWS 111. അങ്ങനെ ആകെ 2 പോസ്റ്റിനും കൂടെ 1124 വേക്കൻസിയാണുള്ളത്. ജോലി വരുന്നത് ആദ്യമേ ടെമ്പററി ആയിട്ടാണ്, പിന്നീട് പെർമനൻ്റ് ആക്കുന്നതായിരിക്കും. ഇനി പ്രായപരിധി നോക്കാം. 20 മുതൽ 27 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട്. ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഹെവി മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ഈ 3 ലൈസൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. 10ാം ക്ലാസ്സും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ലെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കൂടാതെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറും ഓടിച്ചിട്ട് കുറഞ്ഞത് 3 വർഷത്തെങ്കിലും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈറ്റ് വരുന്നത് 167 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ ആണ്. എക്സ്പാൻഷൻ വേണ്ടത് 5 സെൻറ്റിമീറ്റർ ആണ്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് CISFRECTT.CISF.gov.in. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ സൈറ്റ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം കിട്ടുന്നതാണ്. കൂടാതെ ആപ്ലിക്കേഷൻ ഫോമും ഉണ്ടായിരിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ സൈറ്റിൽ കയറുക. അവിടെ ലോഗിൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടൊരു പുതിയ പേജ് വരും. അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും ഡിക്ലറേഷനും കൊടുക്കണം. അത് കഴിഞ്ഞ് 1 ടൈം രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാർട്ട് 2ലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നത്. അതിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറൊക്കെ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ PDF ഫോമാറ്റിലാക്കി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 4. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം PDF ആക്കി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ്. SC ST കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്.
സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഹൈറ്റ് ബാർ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റിൽ വരുന്നത് 800 മീറ്റേഴ്സ് റൺ, ലോങ് ജമ്പ്, ഹൈ ജമ്പ് ആണ്. അത് കഴിഞ്ഞ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡോക്യുമെൻറ്റേഷൻ വരുന്നത്. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, വാലിഡ് HMV ഓർ ട്രാൻസ്പോർട്ട് LMV ആൻഡ് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. SC, ST, OBC, EWS കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. കൂടാതെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ID കാർഡ് കൊണ്ടുപോകണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഡോക്യുമെൻറ്റേഷന് പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടാണ് ട്രേഡ് ടെസ്റ്റ് വരുന്നത്. ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് ഓഫ് ലൈറ്റ് വെഹിക്കിളും ഹെവി വെഹിക്കിളും ആണ് വരുന്നത്. അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിസം ആൻഡ് എബിലിറ്റി ടു ക്യാരി ഔട്ട് മൈനർ റിപ്പയർ ഓഫ് വെഹിക്കിളൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കും. അതായത് വാഹനത്തിൻ്റെ ചെറിയ റിപ്പയർ ഒക്കെ വന്ന് പരിഹരിക്കാൻ അറിയാവുന്നതും മോട്ടോർ മെക്കാനിസം ഒക്കെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. 30 മാർക്കിനാണ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ട്രേഡ് ടെസ്റ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് റിട്ടൺ എക്സാമിനേഷൻ വരുന്നത്. എക്സാം 100 മാർക്കിനാണ്. സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ നോളജ് ഓർ അവെയർനെസ്, നോളജ് ഓഫ് എലിമെൻ്ററി മാത്തമാറ്റിക്സ്, അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, എബിലിറ്റി ടു ഒബ്സർവ് ആൻഡ് ഡിസ്റ്റിങ്വിഷ്, ബേസിക് നോളജ് ഓഫ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഇതാണ് സബ്ജക്ട്സ് വരുന്നത്. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നെഗറ്റീവ് മാർക്കൊന്നുമില്ല. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് 10th ലെവലായിരിക്കും. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. കാൻഡിഡേറ്റ്സ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. CISFൽ ജോലി ആഗ്രഹിക്കുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപേക്ഷ ആരംഭിക്കുന്നത് February 3 മുതലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.